അധ്യായം 56 അൽ വാഖിഅ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 96. സംഭവിക്കുന്നത് എന്നാണ് വാഖിഅയുടെ ഭാഷാർത്ഥം. ഒന്നാം സൂക്തത്തിലാണ് പ്രസ്തുത പദമുള്ളത്. പ്രവാചകത്വത്തിന്റെ 5-ാം വർഷം മുസ്ലിങ്ങൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്ത ശേഷമാണ് ഇത് അവതീർണമായത്. പരലോകം, ഏകദേവത്വം, ഖുർആൻ എന്നിവയ്ക്കെതിരെ സത്യനിഷേധികൾ ഉന്നയിച്ചിരുന്ന സംശയങ്ങൾ ദൂരീകരിക്കുന്നതും തെറ്റിദ്ധാരണകൾ തിരുത്തുന്നതുമാണ് ഇതിലെ ഉള്ളടക്കം. ജയപരാജയങ്ങളുടെ യാഥാർത്ഥ്യം തെളിയിച്ചു കാണിക്കുകയും ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ സംഭവം നടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സംഭവിക്കുമെന്നത് നിഷേധിക്കുന്നവരുണ്ടാവില്ല. അത് ചിലരെ താഴ്ത്തുന്നതും മറ്റു ചിലരെ ഉയർത്തുന്നതുമാണ്. അപ്പോൾ ഭൂമി കിടുകിടാ വിറയ്ക്കും, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകും. അങ്ങനെ അത് പാറിപ്പറക്കുന്ന പൊടിപടലമായിത്തീരും. അന്നു നിങ്ങൾ 3 വിഭാഗമായിരിക്കും. വലതുപക്ഷക്കാർ. എന്തായിരിക്കും അന്ന് വലതുപക്ഷക്കാരുടെ അവസ്ഥ? ഇടതുപക്ഷക്കാർ. എന്തായിരിക്കും ഇടതുപക്ഷത്തിന്റെ അവസ്ഥ? പിന്നെ മുന്നേറിയവർ. അവർ അവിടെയും മുൻനിരക്കാർ തന്നെ. അവരാണ് ദിവ്യസാമീപ്യം സിദ്ധിച്ചവർ. അനുഗ്രഹീതമായ സ്വർഗീയാരാമങ്ങളിലായിരിക്കും അവർ. അവരോ മുൻഗാമികളിൽ നിന്ന് കുറെ പേർ, പിൻഗാമികളിൽ നിന്ന് കുറച്ചും. അവർ പൊന്നുനൂലുകൊണ്ടുണ്ടാക്കിയ കട്ടിലുകളിലായിരിക്കും. അവയിൽ അവർ മുഖാമുഖം ചാരിയിരിക്കുന്നവരായിരിക്കും. നിത്യബാല്യം നേടിയവർ അവർക്കിടയിൽ ചുറ്റിക്കറങ്ങും. ശുദ്ധ ഉറവുജലം നിറച്ച കോപ്പകളും കൂജകളും ചഷകങ്ങളുമായി. അതവർക്ക് തലകറക്കമോ ലഹരിയോ ഉണ്ടാക്കുകയില്ല. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ അവർക്കവിടെ പലയിനം പഴങ്ങളുമുണ്ടായിരിക്കും. അവരാഗ്രഹിക്കുന്ന പക്ഷിമാംസങ്ങളും വിശാലാക്ഷികളായ സുന്ദരിമാരും. അവരോ ശ്രദ്ധയോടെ സൂക്ഷിക്കപ്പെട്ട മുത്തുപോലുള്ളവർ. ഇതൊക്കെയും അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായാണ് അവർക്ക് ലഭിക്കുക. അവരവിടെ അപശബ്ദങ്ങളോ പാപവാക്കുകളോ കേൾക്കുകയില്ല. സമാധാനം, സമാധാനം എന്ന അഭിവാദ്യമല്ലാതെ. വലതുപക്ഷം. എന്താണ് ഈ വലതുപക്ഷക്കാരുടെ അവസ്ഥ? അവർക്കുള്ളതാണ് മുള്ളില്ലാത്ത ഇലന്തമരത്തോട്ടം, പടലകളുള്ള കുലകളോടുകൂടിയ വാഴ, പടർന്ന് പരന്നു കിടക്കുന്ന നിഴൽ, അവിരാമം ഒഴുകിക്കൊണ്ടിരിക്കുന്ന തെളിനീർ, ധാരാളം പഴങ്ങൾ. അവയോ ഒരിക്കലും ഒടുക്കമില്ലാത്തവയും തീരെ തടയപ്പെടാത്തവയുമത്രേ. ഉന്നതമായ മെത്തകളും. അവർക്കുള്ള ഇണകൾ നാം പ്രത്യേക ശ്രദ്ധയോടെ സൃഷ്ടിച്ചവരാണ്. അവരെ നാം നിത്യകന്യകകളാക്കിയിരിക്കുന്നു. ഒപ്പം സ്നേഹസമ്പന്നരും സമപ്രായക്കാരും. ഇതൊക്കെയും വലതുപക്ഷക്കാർക്കുള്ളതാണ്. അവരോ പൂർവികരിൽ നിന്ന് ധാരാളമുണ്ട്, പിന്മുറക്കാരിൽ നിന്നും ധാരാളമുണ്ട്. ഇടതുപക്ഷക്കാർ. എന്താണ് ഇടതുപക്ഷത്തിന്റെ അവസ്ഥ? അവർ തീക്കാറ്റിലായിരിക്കും, തിളച്ചു തുള്ളുന്ന വെള്ളത്തിലും, കരിമ്പുകയുടെ ഇരുണ്ട നിഴലിലും. അത് തണുപ്പോ സുഖമോ നൽകുകയില്ല. കാരണം അവർ അതിനു മുമ്പ് സുഖഭോഗങ്ങളിൽ മുഴുകിയവരായിരുന്നു, കൊടും പാപങ്ങളിൽ ആണ്ടുപൂണ്ടവരും. അവർ ചോദിക്കാറുണ്ടായിരുന്നു, ഞങ്ങൾ മരിച്ചു മണ്ണും എല്ലുമായി മാറിയാൽ പിന്നെ വീണ്ടും ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ? ഞങ്ങളുടെ പൂർവ്വപിതാക്കളും? പറയുക, ഉറപ്പായും മുൻഗാമികളും പിൻഗാമികളും ഒരു നിർണിത നാളിലെ നിശ്ചിത സമയത്ത് ഒരുമിച്ച് ചേർക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നെ
അല്ലയോ സത്യനിഷേധികളായ ദുർമാർഗികളെ, നിശ്ചയമായും നിങ്ങൾ സക്കൂം വൃക്ഷത്തിൽ നിന്നാണ് തിന്നേണ്ടി വരിക. അങ്ങനെ നിങ്ങൾ അതുകൊണ്ട് വയറ് നിറയ്ക്കും. അതിനുമേലെ തിളച്ചുമറിയുന്ന വെള്ളം കുടിക്കുകയും ചെയ്യും. ദാഹിച്ചു വലഞ്ഞ ഒട്ടകത്തെപ്പോലെ നിങ്ങൾ അത് മോന്തും. പ്രതിഫലനാളിൽ അവർക്കുള്ള സൽക്കാരമതായിരിക്കും. നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നിട്ടും നിങ്ങൾ ഇതിനെ സത്യമായി അംഗീകരിക്കാത്തതെന്ത്? നിങ്ങൾ ശ്രവിക്കുന്ന ശുക്ലത്തെ സംബന്ധിച്ച് ആലോചിച്ചുവോ? നിങ്ങളാണോ അതിനെ സൃഷ്ടിക്കുന്നത്, അതോ നാമോ സൃഷ്ടികർമ്മം നിർവഹിക്കുന്നത്? നിങ്ങൾക്കിടയിൽ മരണം നിശ്ചയിച്ചതും നാം തന്നെ. നമ്മെ മറികടക്കാൻ ആരുമില്ല. നിങ്ങൾക്കു പകരം നിങ്ങളെപ്പോലുള്ളവരെ ഉണ്ടാക്കാനും നിങ്ങൾക്കറിയാത്ത വിധം നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കാനും നമുക്ക് കഴിയും. ആദ്യത്തെ സൃഷ്ടിയെ സംബന്ധിച്ച് നിശ്ചയമായും നിങ്ങൾക്കറിയാമല്ലോ. എന്നിട്ടും നിങ്ങൾ ചിന്തിച്ചറിയാത്തതെന്ത്? നിങ്ങൾ വിളയിറക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുവോ? നിങ്ങളാണോ അതിനെ മുളപ്പിക്കുന്നത്, അതോ നാമോ മുളപ്പിക്കുന്നവൻ? നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ വാടിക്കുഴഞ്ഞ താളാക്കി മാറ്റുമായിരുന്നു. അപ്പോൾ നിങ്ങൾ നിരാശയോടെ പറയുമായിരുന്നു, ഞങ്ങൾ കടക്കെണിയിലായല്ലോ. എന്നല്ല, ഞങ്ങൾ ഉപജീവനം വിലക്കപ്പെട്ടവരായിപ്പോയല്ലോ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചുവോ? നിങ്ങളാണോ കാർമുകിലിൽ നിന്ന് വെള്ളമിറക്കിയത്, അതോ നാമോ അതിറക്കിയവൻ? നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ ഉപ്പുവെള്ളമാക്കി മാറ്റുമായിരുന്നു. എന്നിട്ടും നിങ്ങൾ നന്ദി കാണിക്കാത്തതെന്ത്? നിങ്ങൾ കത്തിക്കുന്ന തീയിനെക്കുറിച്ച് ചിന്തിച്ചുവോ? നിങ്ങളാണോ അതിനുള്ള മരമുണ്ടാക്കിയത്, അതോ നാമോ അത് പടച്ചുണ്ടാക്കിയത്? നാം അതിനെ ഒരു പാഠമാക്കിയിരിക്കുന്നു, വഴിപ്പോക്കർക്ക് ജീവിത വിഭവവും. അതിനാൽ നീ നിന്റെ മഹാനായ നാഥന്റെ നാമം വാഴ്ത്തുക. അല്ല, ഞാനിതാ നക്ഷത്രസ്ഥാനങ്ങളെക്കൊണ്ട് സത്യം ചെയ്യുന്നു. അതൊരു മഹാശപഥം തന്നെ. തീർച്ച നിങ്ങൾ അറിയുന്നുവെങ്കിൽ. ഉറപ്പായും ഇത് ആദരണീയമായ ഖുർആൻ തന്നെ, സുരക്ഷിതമായ ഗ്രന്ഥത്തിൽ. വിശുദ്ധരല്ലാത്ത ആർക്കും ഇതിനെ സ്പർശിക്കാനാവില്ല. മുഴുലോകരുടെയും നാഥനിൽ നിന്ന് അവതീർണമായതാണിത്. എന്നിട്ടും ഈ വചനങ്ങളോടാണോ നിങ്ങൾ നിസ്സംഗത പുലർത്തുന്നത്? നിങ്ങളുടെ വിഹിതം അതിനെ കള്ളമാക്കി തള്ളലാണോ? ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ പിടിച്ചു നിർത്താനാവുന്നില്ല? മരണം വരിക്കുന്നവനെ നിങ്ങൾ നോക്കി നിൽക്കാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെക്കാൾ അവനോട് ഏറെ അടുത്തവൻ നാം ആകുന്നു. എന്നാൽ നിങ്ങളത് കണ്ടറിയുന്നില്ല. അഥവാ നിങ്ങൾ ദൈവിക നിയമത്തിന് അതീതരെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ആ ജീവനെ തിരിച്ചുകൊണ്ടുവരുന്നില്ല? നിങ്ങൾ സത്യവാൻമാരെങ്കിൽ, മരിക്കുന്നവൻ ദൈവസാമീപ്യം സിദ്ധിച്ചവനാണെങ്കിൽ അവന് അവിടെ ആശ്വാസവും വിശിഷ്ട വിഭവവും അനുഗ്രഹീതമായ സ്വർഗീയാരാമവുമുണ്ടായിരിക്കും. അഥവാ അവൻ വലതുപക്ഷക്കാരിൽപ്പെട്ടവനെങ്കിൽ, വലതുപക്ഷക്കാരിൽപ്പെട്ട നിനക്ക് സമാധാനം എന്ന് സ്വാഗതം ചെയ്യപ്പെടും. മറിച്ച് ദുർമാർഗികളായ സത്യനിഷേധികളിൽപ്പെട്ടവനെങ്കിലോ അവനുണ്ടാവുക തിളച്ചുമറിയുന്ന വെള്ളം കൊണ്ടുള്ള സൽക്കാരമായിരിക്കും, നരകത്തിലെ കത്തിയെരിയലും. തീർച്ചയായും ഇതൊക്കെയും സുദൃഢമായ സത്യം തന്നെ. അതിനാൽ നീ നിന്റെ മഹാനായ നാഥന്റെ നാമം വാഴ്ത്തുക.